നമസ്കാരം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതവും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ആരോപണങ്ങളുമായി വന്ന് വൻതോതിൽ നാണം കെട്ടിരിക്കുകയാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായ തോമസ് ഐസക്. കൈരളി ന്യൂസിന്റെ ഫേസ്ബുക്ക് കാർഡുകൾ നീക്കം ചെയ്ത സംഭവം സതീശൻ സർക്കാരിന്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെയും ഇടപെടൽ മൂലമാണെന്ന് വരുത്തി തീർക്കാൻ വാട്സ്ആപ്പ് മെറ്റയോടും ഗൂഗിളിന്റെ ജെമിനിയോടും ചോദ്യങ്ങൾ ചോദിച്ചു മറുപടി വാങ്ങിയിരിക്കുകയാണ് ഐസക്. എന്നാൽ AI നൽകിയ പൊതുവായ വിശദീകരണത്തിന്റെ പകുതി മാത്രം വായിച്ച് സാങ്കേതികമായി തനിക്ക് തിരിച്ചടിയാകുന്ന കാര്യം സ്വയം പോസ്റ്റ് ചെയ്ത് ട്രോൾ മെറ്റീരിയലായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. ഇവിടെ യാഥാർത്ഥ്യം എന്താണെന്ന് ടെക്നോളജിയെക്കുറിച്ച് ലളിതമായ ധാരണയുള്ള ആർക്കും വ്യക്തമായി അറിയാം. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒരു ഉള്ളടക്കം നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയോ വിരൽ ചൂണ്ടേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. സോഷ്യൽ മീഡിയയിൽ പച്ചക്കള്ളങ്ങളും വ്യാജ പ്രചാരണങ്ങളും വൻതോതിൽ ഇറക്കിവിടുമ്പോൾ സാധാരണക്കാരായ ഉപയോക്താക്കൾ ആ പോസ്റ്റുകൾക്കെതിരെ കൂട്ടത്തോടെ ഫ്ലാഗ് ചെയ്യുകയോ ഫാൾസ് ഇൻഫർമേഷൻ അഥവാ വ്യാജ വിവരം എന്ന ഓപ്ഷൻ നൽകി മാസ് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിന്റെ അൽഗോരിതം സ്വയം ആ പോസ്റ്റുകൾ താൽക്കാലികമായി നിയന്ത്രിക്കുകയോ ആക്സസ് തടയുകയോ ചെയ്യും. ഇതിനെയാണ് സാങ്കേതികമായി ഓട്ടോമേറ്റഡ് ജിയോ ബ്ലോക്കിംഗ് എന്ന് വിളിക്കുന്നത്. ആളുകൾ കൂട്ടത്തോടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രാദേശിക IT നിയമങ്ങൾ മുൻനിർത്തി മെറ്റയുടെ സിസ്റ്റം സ്വയം എടുക്കുന്ന ഒരു മുൻകരുതൽ നടപടി മാത്രമാണിത്. എന്നാൽ ഈ സാങ്കേതിക പ്രക്രിയയെ IT മന്ത്രാലയത്തിന്റെയോ സംസ്ഥാന സർക്കാരിന്റെയോ ഔദ്യോഗിക ഉത്തരവായി തെറ്റിദ്ധരിച്ച് സതീശൻ പൊട്ടൻ കളിക്കരുതെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും പറയുന്ന ഐസക്കിന്റെ അജ്ഞത കണ്ടാണ് ലോകം ചിരിക്കുന്നത്. AI എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരു AI ചാറ്റ് ബോട്ടിനോട് താങ്കൾ എന്തെങ്കിലും തരത്തിലുള്ള മുൻവിധിയോടെ കാര്യങ്ങൾ ചോദിച്ചാൽ ലഭ്യമായ പൊതുവായ നിബന്ധനകൾ വെച്ച് അത് മറുപടി നൽകും. IT റൂൾസ് അനുസരിച്ചാണ് മെറ്റ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് AI പറയുമ്പോൾ അതെങ്കിലും വ്യക്തി ഉദ്ദേശിച്ചതുകൊണ്ടാണെന്ന് അർത്ഥമില്ല. പകരം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോസ്റ്റുകൾ ഇന്ത്യയിലെ നിയമപരമായ ചട്ടക്കൂടുകളിൽ എങ്ങനെ ഉണ്ടാകാതിരിക്കാൻ പ്ലാറ്റ്ഫോം തന്നെ സ്വീകരിച്ച ഓട്ടോമേറ്റഡ് ഫിൽറ്ററിംഗ് പ്രക്രിയയാണ്. സർക്കാരിനെയും വി.ഡി. സതീശനെയും ജനാധിപത്യ വിരുദ്ധരും പൗരാവകാശ ദംസകരുമായി ചിത്രീകരിക്കാൻ പണിപ്പെട്ട തോമസ് ഐസക് സ്വന്തം അണികൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾ ജനങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് മാറ്റിയതാണെന്ന സത്യത്തിന് മുന്നിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ജനങ്ങൾ സത്യം തിരിച്ചറിഞ്ഞ് മാസ് റിപ്പോർട്ട് അടിച്ചപ്പോൾ പ്ലാറ്റ്ഫോം തടഞ്ഞതിനെ സർക്കാരിന്റെ അഹങ്കാരമായി മാറ്റാൻ നോക്കുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ്. ജെൻസി സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ എല്ലാവരും തോൽക്കുമെന്ന് പറയുന്ന ഐസക് ഒരു കാര്യം മനസ്സിലാക്കണം. സാങ്കേതിക വിദ്യയും അൽഗോരിതവും കൃത്യമായി അറിയാവുന്ന ഈ തലമുറയെ ഇത്തരം അപക്വമായ പോസ്റ്റുകൾ ഇട്ട് വിഡ്ഢികളാക്കാൻ ശ്രമിച്ചാൽ അവർ കമന്റ് ബോക്സിൽ വന്ന് കല്ലെറിയുക തന്നെ ചെയ്യും.